എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 6-ാമത്തെ സർഗത്തിൽ 6 മുതലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ അയോധ്യയെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ്, അതോടൊപ്പം തന്നെ ദശരഥനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ നോക്കാം. ആദ്യം 6-ാമത്തെ ശ്ലോകം നോക്കാം. തസ്മിൻ പുരവരേ ഹൃഷ്ടാ ധർമാത്മാനോ ബഹുശ്രുതാഃ നരാസ്തുഷ്ടാ ധനൈസ്വൈരലുബ്ധാ സത്യവാദിനഃ. തസ്മിൻ പുരവരേ, ആ അയോധ്യ എന്നു പേരുള്ള ഉത്തമമായിട്ടുള്ള പുരത്തിൽ, പുരവരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള പുരത്തിൽ, ഹൃഷ്ടാഹ വളരെ സന്തോഷവാന്മാരായിരുന്നു അവിടെ താമസിച്ചിരുന്നവരൊക്കെ. എങ്ങനെയൊക്കെ? ധർമാത്മാനോ ബഹുശ്രുതാഹ, ധർമ്മത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ ധർമാത്മാക്കൾ. അതോടൊപ്പം തന്നെ ബഹുശ്രുതാഹ, നന്നായി പഠിച്ചിട്ടുള്ളവർ, നല്ല അറിവുള്ളവരാണ്. അവരെയാണ് ബഹുശ്രുതന്മാർ. പണ്ടത്തെ കാലത്ത് പഠിപ്പൊക്കെ കേട്ട് പഠിക്കലാണല്ലോ. അപ്പോൾ ബഹുശ്രുതി എന്നുള്ളത് കൊണ്ട് ധാരാളം അറിവ് സമ്പാദിച്ചവർ എന്നർത്ഥം. ആ പുരിയിലെ ജനങ്ങൾ വളരെയധികം സന്തുഷ്ടരായിരുന്നു, നല്ലവണ്ണം ധർമാത്മാക്കളായിരുന്നു, ഒപ്പം തന്നെ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ളവരുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ളവരായ നരാഹ, നരന്മാർ, തുഷ്ടാഹ വളരെ സന്തുഷ്ടരായിട്ട്, ധനൈസ്വൈഹി അലുബ്ധാ സത്യവാദിന, അവരവർക്ക് കിട്ടിയതായ ധനം കൊണ്ട് വേറൊരാളുടെ സ്വത്തിനെ പറ്റിയിട്ടും അയോധ്യയിലെ രാജാക്കന്മാരോ അല്ലെങ്കിൽ ജനങ്ങളോ ഒന്നും ചിന്തിച്ചത് പോലുമില്ല. അവരവർക്കുള്ള ധനം കൊണ്ട് സ്വൈഹി ധനൈഹി അലുബ്ധാഹ, സത്യവാദികളായിട്ടുള്ളവർ, സത്യവാദിനഹ തേ, സത്യവാദികളായിട്ടുള്ള ആ ജനങ്ങൾ സ്വന്തം അവരവർ അധ്വാനിച്ചുണ്ടാക്കുന്നതായ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തുള്ളതായ ധനധാന്യാദികളിൽ ലുബ്ധ ഇല്ലാത്തവരായിരുന്നു. ലുബ്ധ എന്ന് പറഞ്ഞാൽ പിശുക്ക്, അലുബ്ധ എന്ന് വെച്ചാൽ പിശുക്കില്ലാത്തവരായിരുന്നു. ധാരാളം ദാനമൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നവരായിരുന്നു അന്നത്തെ കാലത്തെ ജനങ്ങളൊക്കെ തന്നെ. അയോധ്യ നിവാസികളെല്ലാവരും തന്നെ രാജാവിനെ പോലെ തന്നെ, ദശരഥനെ പോലെ തന്നെ വളരെ ദയാലുക്കളായിരുന്നു എന്നാണ് ഇവിടെ ഈ ഒരു 6-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് 7-ാമത്തെ ശ്ലോകം നോക്കാം. നാൽപ്പസന്നിജയ കശ്ചിദാസീത് തസ്മിൻ പുരോത്തമേ കുടുംബീയോ ഹ്യസിദ്ധാർത്ഥോ അഗവാശ്വധനധാന്യവാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അവർക്ക് ഒട്ടും പിശുക്കില്ല എന്നാണ്. ലുബ്ധ എന്ന് പറഞ്ഞാൽ പിശുക്കനാണ്. ഒട്ടും ലുബ്ധില്ലാതെ പിശുക്കില്ലാതെ ദാനം ചെയ്യുന്നവരായിരുന്നു അയോധ്യയിലെ ജനങ്ങളെന്ന് പറഞ്ഞുവല്ലോ. അത് തന്നെ ഒന്നുകൂടി എടുത്തു പറയാണ്. അവർ അല്പസന്നിചയന്മാരായിരുന്നില്ല. കശ്ചിത്, ഒരാൾ പോലും, ആ നഗരത്തിലെ ഒരാൾ പോലും അല്പസന്നിചയന്മാരായിരുന്നില്ല. അല്പസന്നിചയന്മാരെന്ന് പറഞ്ഞാൽ അല്പം മാത്രം സംഭരിച്ചു വയ്ക്കുക, അല്പം മാത്രം സൂക്ഷിച്ചു വയ്ക്കുന്നവരായിരുന്നില്ല. അതായത് അതിൻ്റെ അർത്ഥം ധാരാളം സമ്പാദ്യശീലമുള്ളവരായിരുന്നു. നല്ലവണ്ണം ധനവും ധാന്യമൊക്കെ സമ്പാദിച്ചു വയ്ക്കുന്നവരായിരുന്നു. അതാണ് ന അല്പസന്നിചയ കശ്ചിദാസീത് തസ്മിൻ പുരോത്തമേ, ആ വലിയ നഗരത്തിൽ, അയോധ്യ എന്നു പേരുള്ള നഗരത്തിൽ, കശ്ചിത് ഒരാൾ പോലും അല്പസന്നിചയ ന ആസീത്, അല്പം മാത്രം സംഭരിച്ചു വച്ചവനായിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ കയ്യിലും ധാരാളം ധനവും ധാന്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല കുടുംബി യോ ഹ്യസിദ്ധാർത്ഥോ, എല്ലാവരും പൊതുവെ കുടുംബത്തിനോട് താല്പര്യമുള്ളവർ, കുടുംബികൾ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. തൻ്റെ കുടുംബത്തെ വേണ്ടതുപോലെ പോറ്റുന്നവർ, അങ്ങനെയുള്ളവരാരും സിദ്ധാർത്ഥത്തിന് വേണ്ടിയിട്ട്, അതായത് തനിക്ക് വേണ്ടിയിട്ട് അസിദ്ധാർത്ഥന്മാരായിട്ട് ഉണ്ടായിരുന്നില്ല. സിദ്ധമായ അർത്ഥം അവരവരുടെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നടന്നവരായിരുന്നു എല്ലാവരും. അവരെന്തൊക്കെ വിചാരിച്ചിരുന്നുവോ അതൊക്കെ ആ നഗരത്തിൽ താമസിക്കുന്നവർക്ക് ലഭിച്ചിരുന്നു. അതാണ് കുടുംബി യോ ഹ്യസിദ്ധാർത്ഥോ അഗവാശ്വധനധാന്യവാൻ. മാത്രമല്ല ധനം, പശു, കുതിര, ധാന്യം മുതലായവ ഇല്ലാത്തവരും ഇല്ലാതിരുന്നു. അതായത് അതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ പശുക്കൾ ധാരാളമുണ്ട്, അശ്വങ്ങൾ, കുതിരകൾ ധാരാളമുണ്ട്, ധനം ധാരാളമുണ്ട്, ധാന്യങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ ഒന്നുമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല സമ്പദ് സമൃദ്ധിയായിരുന്നു. ആദ്യത്തെ വരിയിൽ നിന്നായിരിക്കണം ന എന്നുള്ളത്. അല്പസന്നിചയ ന കശ്ചിദാസീത്. അപ്പോൾ ആ ന എന്നുള്ളത് കുടുംബി, അസിദ്ധാർത്ഥ കുടുംബി യഹ ന അഗവാശ്വധനധാന്യവാൻ ന.
പശുക്കളില്ലാത്തവരില്ല, കുതിരകളില്ലാത്തവരില്ല, ധനമില്ലാത്തവരില്ല, ധാന്യമില്ലാത്തവരില്ല, അങ്ങനത്തെ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സമ്പദ് സമൃദ്ധി നിറഞ്ഞവരായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വരണത്. നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. കാമീവാനഗദര്യോ വാ നൃശംസഃ പുരുഷ ക്വചിത് ദ്രഷ്ടും ശക്യമയോധ്യായാം നാവിദ്വാൻ നച നാസ്തിക. ഈ അയോധ്യയിലെ ജനങ്ങൾ കാമി, കദര്യൻ, അതുപോലെ തന്നെ നൃശംസൻ, അങ്ങനെയായിട്ടുള്ള ഒരു ആളെ പോലും, ഒരു പുരുഷനെ പോലും, ഇവിടെ പുല്ലിംഗത്തിൽ പറയണമെന്നേ ഉള്ളൂ, സ്ത്രീകളും അതിൽ പെടുന്നവരാണ്, അങ്ങനെയുള്ള ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല. കാമി എന്ന് പറഞ്ഞാൽ കാമത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം കദര്യന്മാരെന്ന് പറഞ്ഞാൽ ദാനമൊന്നും കൊടുക്കാത്തവരെ, ലുബ്ധന്മാരായിട്ടുള്ള പിശുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നില്ല. നൃശംസഹ എന്ന് പറഞ്ഞാൽ ക്രൂരന്മാർ, കണ്ണും മൂക്കും ഇല്ലാതെ വേണ്ടാത്തത് കാണിക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുക, സ്ത്രീകളെ ആക്രമിക്കുക, ശത്രുക്കളെ വധിക്കുക, ശത്രുക്കളെന്ന് മാത്രമല്ല ആരെയും വധിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുള്ളവരെയാണ് നൃശംസഹ എന്ന് പറയാം. അങ്ങനെയുള്ള നൃശംസന്മാരും അവിടെ ഉണ്ടായിരുന്നില്ല. നാരായണീയത്തിൽ പറയണ്ടല്ലോ, നൃശംസതര കംസതേ കിമുമയാ വിനിഷ്പിഷ്ടയാ എന്ന് ദേവി ചോദിക്കുന്നുണ്ട്. ഭഗവാനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോയിട്ട് അമ്പാടിയിൽ നിന്ന് ഭഗവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആ ദേവിയെ കാല് പിടിച്ചടിച്ചിട്ട് കല്ലുമ്മ അടിച്ച് വധിക്കാൻ നോക്കിയപ്പോൾ കയ്യിൽ നിന്ന് വഴുക്കി മുകളിലേക്ക് അങ്ങോട്ട് പോയിട്ട് ദേവി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കംസനോട്. നൃശംസതര കംസ തേ കിമുമയാ വിനിഷ്പിഷ്ടയാ, എന്നെ പിടിച്ച് അരച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ ക്രൂരനായിട്ടുള്ള കംസ എന്ന് ചോദിക്കുന്ന ദിക്കിലാണ് അവിടെ നൃശംസതര. നൃശംസത എന്ന് പറഞ്ഞാൽ തന്നെ ക്രൂരമാണ്, അതിൻ്റെ ഒരു കൂടിയ ഭാവമാണ് നൃശംസതരം. അതിനേക്കാളും കൂടുതലാണ് നൃശംസതമം. അപ്പോൾ എന്തായാലും അതീവ ക്രൂരതയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ് പറയണത്. കാമികളുണ്ടായിരുന്നില്ല. കാമി എന്നുള്ളത് കൊണ്ട് ചീത്ത അർത്ഥമാണ്. ഈ സ്വന്തം തന്നിച്ച്, അതായത് തൻ്റെ ഇടം പോലെ തന്നിഷ്ടത്തിനനുസരിച്ച് നടക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവരില്ല. കദര്യന്മാരില്ല, ലുബ്ധുള്ളവർ, അത്യാഗ്രഹികളൊന്നുമില്ല. ക്രൂരന്മാരും അങ്ങനെയുള്ള പുരുഷന്മാരെയൊന്നും നോക്കിയാൽ അവിടെ കാണാനേ പറ്റുമായിരുന്നില്ല. അയോധ്യായാം ദ്രഷ്ടും ന ശക്യം, ഇവരെയൊന്നും അയോധ്യയിൽ കാണാൻ പറ്റിയിരുന്നില്ല. പിന്നെ ആരെയൊക്കെ കാണാൻ പറ്റിയിരുന്നില്ല? നാ വിദ്വാൻ നച നാസ്തികഃ, വിദ്വാൻ അല്ലാത്ത, പാണ്ഡിത്യമില്ലാത്ത, അറിവില്ലാത്ത ഒരാളെയും അയോധ്യയിൽ കാണാൻ പറ്റിയിരുന്നില്ല. നാസ്തികന്മാരും അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല. നാസ്തികഃ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ അംഗീകരിക്കാത്തവർ, ഈശ്വരനെ അംഗീകരിക്കാത്തവരെന്ന് പറയാറുണ്ട്. പക്ഷേ വേദങ്ങളുടെ പ്രസക്തിയെ, വേദങ്ങളെ പ്രമാണമായിട്ട് അംഗീകരിക്കാത്തവരെയാണ് സാധാരണയായിട്ട് സംസ്കൃത ഭാഷയിലൊക്കെ നാസ്തികന്മാരെന്ന് വിളിക്കുക. അങ്ങനെ ദർശനങ്ങളെ രണ്ടാക്കി തരംതിരിക്കാറുണ്ട്, നാസ്തിക ദർശനവും ആസ്തിക ദർശനവും. ആസ്തികന്മാർ, അതായത് സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, അത് 6 വേദങ്ങളെ പ്രമാണമായിട്ട് അംഗീകരിക്കുന്നത് കൊണ്ട് അതിനെ ആസ്തിക ദർശനങ്ങളെന്നും, ബുദ്ധ, ജൈന, ചാർവാകന്മാർ, അവരെ 3 പേരെയും നാസ്തികന്മാർ എന്നും പറയുക. അവർ വേദത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ വേദത്തെ അംഗീകരിക്കാത്ത ആൾക്കാരൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല, ആ രാജ്യത്തുണ്ടായിരുന്നില്ല എന്നർത്ഥം. അതാണ് നാസ്തികനുണ്ടായിരുന്നില്ല, പണ്ഡിതന്മാരും പണ്ഡിതന്മാരല്ലാത്തവരും ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാവരും അറിവുള്ളവരായിരുന്നു, എല്ലാവരും വേദങ്ങളെ അംഗീകരിച്ചിരുന്നു എന്നർത്ഥം. നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. സർവേ നരാശ്ച നാര്യശ്ച ധർമ്മശീലാസ്തു സംയതാഃ മുദിതാശീലവൃത്താഭ്യാം മഹർഷയ ഇവാമല. ഇനി അവിടെ എല്ലാവരും ആൺ പെൺ ഭേദമില്ലാതെ, സർവേ നരാശ്ച നാര്യശ്ച, അയോധ്യാപുരിയിലെ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അവരെങ്ങനെയായിരുന്നു? ധർമ്മശീലാഹ, ധർമ്മശീലന്മാരായിരുന്നു. സുസംയതാഹ, സംയതന്മാരെന്ന് വെച്ചാൽ സ്വയം നിയന്ത്രിച്ചിട്ടുള്ളവർ, അതായത് വാക്കുകളാകട്ടെ പ്രവൃത്തികളാകട്ടെ നിയന്ത്രിച്ചു കൊണ്ട് മാത്രം ചെയ്തിരുന്നവർ, അതായത് ഒരു ലോകത്തിനോടൊക്കെ ഒരു ബഹുമാനം വെച്ച് പുലർത്തിയിരുന്നവർ, തന്നിഷ്ടക്കാരല്ലാത്തവർ. അതാണ് സുസംയതാഹ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. മാത്രമല്ല അവർ മുദിതാഹ ശീലവൃത്താഭ്യാം, അവരവരുടെ ശീലങ്ങളെ കൊണ്ടും അവരവരുടെ ജീവിത രീതികളെ കൊണ്ടും അവർ വളരെയധികം സന്തുഷ്ടരായിട്ടാണ് ജീവിച്ചിരുന്നത്. അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാനോ ഉള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സാധാരണഗതിയിൽ നന്നായിട്ട് നല്ല മനുഷ്യരായിട്ട് മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. അതൊക്കെ അവിടെ നടന്നിരുന്നു. അതുകൊണ്ടാണ് ശീലങ്ങളെ കൊണ്ടും വൃത്തങ്ങളെ കൊണ്ടും അവരവരുടെ സ്വഭാവങ്ങളും കർമ്മങ്ങളും
രണ്ടുകൊണ്ടും അവർ വളരെ സന്തുഷ്ടരായിരുന്നു. മുദിതാഹ ആരെ പോലെ? അമലാഹ മഹർഷയ ഇവ, അമലന്മാരായ മാലിന്യമേശാത്തവരായ കളങ്കമേൽക്കാത്തവരായിട്ടുള്ള മഹർഷിമാരെ പോലെ. മഹർഷിമാർ തപസ്സു ചെയ്ത് അവരവരിലുള്ളതായ സകല കളങ്കങ്ങളെയും ഇല്ലാതെയാക്കുന്നത് പോലെ ആ അയോധ്യ നഗരിയിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഏതാണ്ട് മുനിമാരെ പോലെ തന്നെയായിരുന്നു. അവരുടെ സ്വഭാവത്തിലൊരു ദൂഷ്യവും പറയാനുണ്ടായിരുന്നില്ല, അവരുടെ കർമ്മത്തിലും ഉണ്ടായിരുന്നില്ല ദൂഷ്യങ്ങൾ എന്നർത്ഥം. നമുക്ക് 10ാമത്തെ ശ്ലോകം കൂടി നോക്കാം. നാ കുണ്ടലീ നാ മുകുടി നാ സ്രഗ്വീ നാൽപ്പഭോഗവാൻ നാമൃഷ്ടോ നനലിപ്താംഗോ നാ സുഗന്ധശ്ച വിദ്യതേ. നാ എന്ന് ചേർത്ത് പറയുന്നത് അങ്ങനെയുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിക്കാനാണ്. ന അകുണ്ടലി, കുണ്ടലം എന്ന് പറഞ്ഞാൽ നല്ല വിലപിടിപ്പുള്ള കമ്മലിനെയാണ് ഉദ്ദേശിക്കുന്നത്. മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങളും മുഖസരോജവും. ഭഗവാന്റെ കവിൾത്തടങ്ങളെ പറ്റി പറയുമ്പോൾ മകരകുണ്ടലം പ്രതിബിംബിക്കുന്ന കവിൾത്തടമാണ് ആ കുണ്ടലം. അത് ഞാത്തിയ വലിയ കമ്മൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുണ്ടലങ്ങളില്ലാത്തവർ, അവിടെ ആണ പെണ്ണെന്നൊന്നും ഭേദമൊന്നുമില്ല, എല്ലാവരും കമ്മലിട്ടിരുന്നു, എല്ലാവരും തൂക്ക കമ്മലുകൾ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ അല്ലാത്തവരുണ്ടായിരുന്നില്ല, അകുണ്ടലികൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അമുകുടികൾ ഉണ്ടായിരുന്നില്ല. മുകുടം എന്ന് പറഞ്ഞാൽ ശിരസിൽ അണിയുന്ന ആഭരണങ്ങളോ അല്ലെങ്കിൽ കിരീടമൊക്കെയാണ്. കിരീടമില്ലാത്തവരും ഉണ്ടായിരുന്നില്ല. ന അമുകുടി. മാത്രമല്ല ന സ്രഗ്വി, സ്രഗ്വി, സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല, സ്രഗ്വി മാലയിട്ടവർ, അസ്രഗ്വി ന മാലയിടാത്തവരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാലയിട്ടവരായിരുന്നു ഉണ്ടായിരുന്നത്. മുകുടം, ചെറിയ കിരീടങ്ങളൊക്കെ വച്ചിട്ടുള്ള വളരെ സ്ഥാനങ്ങളുള്ളവരൊക്കെ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. മാത്രമല്ല കുണ്ടലങ്ങളൊക്കെ ധാരാളം അണിഞ്ഞവരും ഉണ്ടായിരുന്നു. ഇനി ന അല്പഭോഗവാൻ, അല്പഭോഗം എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം ഈ വിഷയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് എല്ലാവരും നല്ല വിശാലമായിട്ട് ജീവിക്കുന്നവരായിരുന്നു. എല്ലാവരുടെ കയ്യിലും ധാരാളം സ്വത്തും ധനവും ധാന്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ചെലവഴിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഇനി അമൃഷ്ട, ഭക്ഷണം കഴിക്കാത്തവർ, ഭോഗസമൃദ്ധി ഇല്ലാത്തവരുണ്ടായിരുന്നില്ല. ന അനലിപ്താംഗ, ശരീരത്തിൽ എണ്ണ തേച്ച്, അതായത് ഭോഗസമൃദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് നന്നായി ഭക്ഷണം കഴിക്കുക, എണ്ണ തേച്ച് കുളിക്കുക, അതൊന്നും ചെയ്യാത്തവർ ഉണ്ടായിരുന്നില്ല. അനലിപ്തന്മാരായിട്ടുള്ള അനലിപ്താംഗന്മാരുണ്ടായിരുന്നില്ല. ലിപ്താംഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിലൊക്കെ എണ്ണയൊക്കെ പുരട്ടി അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളോ അതൊക്കെ പൂശുന്നവർ. അനലിപ്താംഗന്മാരെന്ന് വെച്ചാൽ ഇതൊന്നും ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ന അസുഗന്ധശ്ച വിദ്യതേ, സുഗന്ധമില്ലാത്തവരുമായിട്ടും ആരും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ധാരാളം തേച്ചുകുളിയും അതുപോലെ നല്ല വസ്ത്രങ്ങളും അതുപോലെ നല്ല വാസനകളും ഒക്കെ പൂശി നടക്കുന്നവരായിരുന്നു എന്നാണ് പറയണത്. ഇനിയും അവരെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ അടുത്ത ദിവസം നമുക്ക് കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ നമുക്ക് ചൊല്ലി നോക്കാം. തസ്മിൻ പുരവരേ ഹൃഷ്ടാ ധർമാത്മാനോ ബഹുശ്രുതാ നരാസ്തുഷ്ടാ ധനൈസ്വൈസ്വൈരലുബ്ധാ സത്യവാദിന നാൽപ്പസം നിജയഃ കശ്ചിദാസീത് തസ്മിൻ പുരോത്തമേ കുടുംബീയോ ഹ്യസിദ്ധാർത്ഥോ അഗവാശ്വധനധാന്യവാൻ കാമീ വാ നകദര്യോ വാ നൃശംസഃ പുരുഷഃ ക്വചിത് ദ്രഷ്ടും ശക്യമയോധ്യായാം ന വിദ്വാൻ ന ചകാസ്തിക സർവേ നരാശ്ച നാര്യശ്ച ധർമ്മശീലാസ്സു സംയതാ മുദിതാ ശീലവൃത്താഭ്യാം മഹർഷയ ഇമാമലാഃ നാ കുണ്ടലീ നാ മുകുടീ ന സ്രഗ്വീ നാൽപ്പഭോഗവാൻ നാമൃഷ്ടോ നനലിപ്താംഗ നാസുഗന്ധശ്ച വിദ്യതേ. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പദ് സമൃദ്ധിയായിട്ട് അവരിങ്ങനെ വസിച്ചു. അവിടുത്തെ ജനങ്ങളൊക്കെ വളരെ സുന്ദരന്മാരും സുമുഖന്മാരും ധനികന്മാരും ഒക്കെ ആയിരുന്നു. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകങ്ങൾ നിർത്തുന്നത്. ഇനിയും തുടരുന്നുണ്ട്. 11ാമത്തെ ശ്ലോകം മുതലും കുറച്ചും കൂടിയൊക്കെ ഇതൊക്കെ തന്നെയാണ് പറയണത്. ആ ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.